ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കട്ട്ലേറ്റ് ആണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല രുചിയുള്ള ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഈ ഒരു ഇഫ്താറിനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോയ്ക്ക് മേലെ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ടൊന്നും കട്ട്ലേറ്റിനല്ല, ഞാനിവിടെ വേവിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് വേവിച്ചെടുക്കുന്നതെന്നുള്ളൂ. ഇതൊന്നും മുഴുവനായിട്ടൊന്നും കട്ട്ലേറ്റിന് വേണ്ടി എടുക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടെ ഇത് തുറന്ന് നോക്കണം. ഇതിൽ തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ വറ്റുന്നുണ്ട് നോക്കണം. ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങിയൊക്കെ വരും. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തിൽ നിന്ന് വാങ്ങി വെക്കാം. ഈ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. 3 സവോള ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ വീണ്ടും ഇത് അടച്ചു വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വയന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണക്ക് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ സവോളയിലേക്കും ചിക്കനിലേക്കൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഇനി പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കും. അതും ഉപ്പിട്ട് വേവിച്ചതാണ്. ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഇതുപോലെ നല്ലപോലെ ഉടച്ചെടുത്തതാണ്. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ. കിഴങ്ങ് ഉടച്ചെടുക്കുമ്പോൾ ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് ശരിക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അടുപ്പത്തിൽ നിന്ന് വാങ്ങിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം ഇതുപോലെ നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാം. എന്നിട്ടൊന്ന് മുട്ട മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ 3-4 മുട്ട മിക്സിൽ മുക്കി വെച്ചിട്ടാണ് കൈ കഴുകിയിട്ട് പിന്നെയാണ് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ മുട്ട മിക്സ് കയ്യിലായതുകൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ കയ്യിൽ പറ്റി പിടിക്കൂട്ടോ. അതല്ലെങ്കിൽ ഒരു കൈ വെച്ചിട്ട് മുട്ട മിക്സിൽ മുക്കുകയും മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കട്ടെ. അപ്പോൾ കട്ട്ലേറ്റ് നമ്മൾ എത്ര പുറം ഭാഗം നല്ല മൊരിപ്പിച്ചെടുത്താലും ഉൾഭാഗം കിഴങ്ങൊക്കെ ചേർത്ത ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഉൾഭാഗം കൂടെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫില്ലിങ്ങിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പക്ഷേ അത് ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓവറായിട്ട് ചൂടാവാനും പാടില്ല, തീരെ ചൂടില്ലാതിരിക്കാനും പാടില്ല കേട്ടോ. ഓവറായിട്ട് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. തീരെ ലോ ഫ്ലെയിമിലാണെങ്കിൽ ഇത് എണ്ണ കുടിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാകത്തെ ചൂടിൽ കൺട്രോൾ ചെയ്തിട്ട് വേണം കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ നല്ല രുചിയുള്ള ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ കട്ട്ലേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഈ ഒരു ഇഫ്താറിന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റായിട്ട് അറിയിക്കണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള നല്ല മൊരിഞ്ഞ കട്ട്ലേറ്റ് ആണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്